ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഇത് വളരെ എളുപ്പമൊന്നുമല്ല, പക്ഷെ നമ്മൾ കുറച്ച് ടൈം എടുത്ത് വെക്കുന്നതാണെങ്കിലും നല്ല ടേസ്റ്റിന് കിട്ടുന്നൊരു കറിയാണ്. അപ്പോൾ 1/4 കിലോ ബീഫ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റോസ്റ്റ് സ്മെല്ല് മാറണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ ഈ മസാല പൗഡേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചി നല്ല സോഫ്റ്റായി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 3 സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സവാള എത്രയും എടുക്കണം അത്രയും നമുക്ക് ഗ്രേവി കിട്ടും കേട്ടോ. നമ്മുടെ ഇറച്ചിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സവാള എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള 3 എണ്ണം കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കുക്കറിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒരു വിസിലടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിൽ ഓരോ ഐറ്റംസും ഞാൻ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ അത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോഴത്തേക്കും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 തക്കാളി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി സോഫ്റ്റായി നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ച് കൊടുക്കുക. അപ്പോൾ അത് തക്കാളിയും ഈ സവാള ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂട്ടിക്കൊടുത്ത് വെയിറ്റ് ഇട്ട് കൊടുത്ത് വിസിലടുപ്പിക്കുമ്പോൾ നമുക്ക് പിന്നെ അത് വിസിൽ പോവാതെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടാനാണ് നമ്മുടെ ഈ സവാളയൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് വയറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ഒരു സവാളയൊക്കെ എടുത്ത് കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാനാണ് ഇങ്ങനെ വേവിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാല പൗഡർ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ പോലും ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിന് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടല്ല, ഓരോ ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല പൗഡർ, പിന്നെ ഞാൻ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് മസാല ഓപ്ഷണലാണ്. നിങ്ങളതിൽ ഗരം മസാല മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കരുത്. നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബീഫിലെ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കറിവേപ്പില കുക്കറിലിട്ടിട്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ അതൊന്ന് മിക്സ് ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലേ. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അധികം വിസിലടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ വെന്ത ശേഷം ഞാനൊരു ഉരുളി വെച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരകം, കുറച്ചെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി തട്ടി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഗ്രേവിയോടുകൂടി എടുക്കണം, ഒരുപാട് അങ്ങനെ വറ്റിച്ചെടുക്കണില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കുറച്ച് പ്രോസസ്സ് ഇതിനുണ്ട്, എന്നെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല പൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.